ചാനൽ 13.8 നിയമരംഗം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ചാപ്റ്റർ 3, അതായത് പണിഷ്മെൻറ്റ്സ് ആണ്. ഓരോ കുറ്റകൃത്യങ്ങൾക്കും ഈ കോഡ് പറയുന്ന ശിക്ഷാവിധികൾ. അപ്പോൾ അതിൻ്റെ സെക്ഷൻസ് 53 മുതൽ തുടങ്ങുന്നു. 53 53 പറയുന്ന ഒരു 5 പണിഷ്മെൻ്റ് ഉണ്ട്. ഒന്നാമത്തെ ഡെത്താണ്, മരണം, വധശിക്ഷ. അത് ഏറ്റവും തീവ്രമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് വധശിക്ഷ. ലോകത്തിൽ ഇപ്പോഴും പല രാജ്യങ്ങളിലും നിലവിലുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഇത് നിർത്തലാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ പ്രകാരം റെയറസ്റ്റ് ഓഫ് റെയർ കേസിൽ മാത്രമേ വധശിക്ഷ നടപ്പാക്കുന്നുള്ളൂ. ആ കുറ്റകൃത്യം അത്രയും തീവ്രമായിരിക്കണം. ആ കുറ്റവാളി സമൂഹത്തിന് വലിയ ഭീഷണിയായിരിക്കണം. അദ്ദേഹത്തെ എത്ര വർഷം ജയിലിലിട്ടതിന് ശേഷവും പുറത്തുവിടാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ജയിലിൽ പോലും അപകടകാരിയായ ഒരു കുറ്റവാളിയാണെങ്കിൽ വധശിക്ഷ കൊടുക്കുന്നു. ഏതെല്ലാം കാരണങ്ങളാലാണ് ഇന്ത്യൻ പീനൽ കോഡിന് അനുസരിച്ച് വധശിക്ഷ കൊടുക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. 1, വേജിങ് വാർ എഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുക. അത് പല രീതിയിലുണ്ട്. അതിൽ ഇപ്പോൾ മാവോയിസ്റ്റുകളെയും അതുപോലെ തന്നെ തീവ്രവാദികൾ അവരൊക്കെ ചെയ്യുന്ന പോലെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരായിട്ടുള്ള യുദ്ധങ്ങൾ. 2, അബറ്റിംഗ് മ്യൂട്ടിനി ആക്ച്വലി കമ്മിറ്റഡ്. മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ ഈ പട്ടാളത്തിലൊക്കെ ഉണ്ടാകുന്ന ലഹളകളാണ് മ്യൂട്ടിനി. പോലീസിലോ പട്ടാളത്തിലോ ഉണ്ടാകുന്ന ലഹള. അപ്പോൾ അബറ്റിംഗ് മ്യൂട്ടിനി ആക്ച്വലി കമ്മിറ്റഡ്. അബറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് പ്രേരിപ്പിക്കുക, മ്യൂട്ടിനിക്ക് പ്രേരിപ്പിക്കുക. പക്ഷേ മ്യൂട്ടിനി നടന്നിരിക്കണം. വെറുതെ പ്രേരിപ്പിച്ച് ഒന്നും നടന്നില്ലെങ്കിൽ വധശിക്ഷ കൊടുക്കാൻ പറ്റില്ല. എന്താണ് മ്യൂട്ടിനി? മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ലഹള എന്നാണ് പറയുന്നത്. 1857 നടന്ന സീപ്പോയ് മ്യൂട്ടിനി, അത് മലയാളത്തിൽ ശിപ്പായി ലഹള എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യൻ പട്ടാളത്തിലെ ഇന്ത്യക്കാരായിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 വ്യത്യസ്തമായ മതകാരണങ്ങളാൽ ബ്രിട്ടീഷ് സേനയ്ക്കെതിരായിട്ട് ആ സേനയ്ക്കുള്ളിൽ നടന്ന ഒരു കലാപം. അതിന് കാരണം ഹിന്ദു പട്ടാളക്കാരോടും പറഞ്ഞു ഈ തോക്കിൽ ഉപയോഗിക്കുന്ന ഒരു കൊഴുപ്പ് പശുവിൻ്റെ കൊഴുപ്പാണെന്നും മുസ്ലിം പട്ടാളക്കാരോട് അത് പന്നിയുടെ കൊഴുപ്പാണെന്നും ആരൊക്കെയോ പ്രചരിപ്പിച്ചു. അങ്ങനെ അവർക്കുള്ളിൽ ഭയങ്കരമായ മതവികാരം ഉണ്ടാവുകയും അവരുടെ സ്വന്തം സൈന്യത്തോട് കലാപം നടത്തുകയും ചെയ്തു. അതിൽ 100 കണക്കിന് പേരെ പട്ടാളം വെടിവെച്ച് കൊന്നു. കുറച്ച് പേര് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തും കൊല്ലപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷുകാരല്ല വെടിവെച്ച് കൊന്നു. ഇന്ത്യൻ പട്ടാളത്തിൽ തന്നെ ഈ കലാപത്തോട് പങ്കെടുക്കാതിരുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഇന്ത്യൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുകയും ആ കലാപം വലിയ രീതിയിൽ നടന്ന കലാപമാണ്. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അതാണ് ഒരു മ്യൂട്ടിനി. നമ്മുടെ മലബാറിലെ മാപ്പിള ലഹള അതിൽപ്പെട്ടതല്ല കേട്ടോ. അതിൻ്റെ റിബല്യൻ എന്ന് പറഞ്ഞാൽ മാപ്പിള റിബല്യൻ, അത് മ്യൂട്ടിനി അല്ല. മ്യൂട്ടിനി എപ്പോഴും പോലീസിലോ പട്ടാളത്തിലോ അങ്ങനെയുള്ള സേനകളിൽ നടക്കുന്ന കലാപങ്ങളാണ്. അതിനുള്ള ശിക്ഷയാണ് വധശിക്ഷ. അത് നിങ്ങൾ നടത്തണ്ട, നിങ്ങൾ അബറ്റ് ചെയ്താൽ മതി, അതിന് പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ സഹായിക്കുക. പക്ഷേ ഈ കാര്യം നടന്നിരിക്കണം, ഒരു കലാപം നടന്നിരിക്കണം, എങ്കിൽ വധശിക്ഷ. 3, ഗിവിംഗ് ഓർ ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് അപ്പോൺ വിച്ച് ആൻ ഇന്നസെൻറ്റ് പേഴ്സൺ സഫേഴ്സ് ഡെത്ത്. നിങ്ങൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിക്കുന്നതോ ആയിട്ടുള്ള കള്ളസാക്ഷ്യം, ഫോൾസ് എവിഡൻസ്, അതിൻ്റെ ഫലമായിട്ട് ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി മരണപ്പെടുന്നു എങ്കിൽ നിങ്ങൾ വധശിക്ഷയ്ക്ക് അർഹനാണ്. 4 കാരണം ത്രെട്ടനിങ് ഓർ ഇൻഡ്യൂസിങ് എനി പേഴ്സൺ ടു ഗീവ് ഫോൾസ് എവിഡൻസ്.
ഇഫ് ഇന്നസെൻറ്റ് പേഴ്സൺ ഈസ് കൺവിക്റ്റഡ് ആൻഡ് സെൻറ്റൻസ്ഡ് ഇൻ കൺസിക്വൻസ് ഓഫ് സച്ച് ഫോൾസ് എവിഡൻസ് വിത്ത് ദറ്റ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുക, ടു ഗീവ് ഫോൾസ് എവിഡൻസ്, കള്ളസാക്ഷ്യം പറയാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യും. അതിൻ്റെ ഫലമായി ഒരു നിഷ്കളങ്കനായ നിരപരാധിയായൊരു വ്യക്തി മരണപ്പെട്ടാൽ നിങ്ങൾക്ക് വധശിക്ഷ കിട്ടും. അഞ്ചാമത്തെ കാരണം മേർഡറാണ്, കൊല. കൊലയ്ക്കും വധശിക്ഷയുണ്ട്. എല്ലാ കൊലയ്ക്കും അല്ല, റെയറസ്റ്റ് ഓഫ് റെയർ കേസിൽ. ആറാമത്തെ കാരണം അബറ്റ്മെൻറ്റ് ഓഫ് സൂസൈഡ് ഓഫ് മൈനർ ഓർ ആൻ ഇൻസെയിൻ ഓർ ആൻ ഇൻടോക്സിക്കേറ്റ് പേഴ്സൺ. ഒരു മൈനർ 18 വയസ്സിൽ താഴെ പ്രായമുള്ള വ്യക്തിയോ ഒരു മാനസിക രോഗിയെയോ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട പേഴ്സണെയോ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചാൽ വധശിക്ഷയ്ക്ക് അർഹനാവും. അടുത്ത ഏഴാമത്തെ അറ്റംപ്റ്റ് ടു മേർഡർ ബൈ ലൈഫ് കൺവിക്ട്സ്. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തികൾ കൊല ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ വധശിക്ഷയ്ക്ക്. അടുത്ത കാരണം കിഡ്നാപ്പിംഗ് ഫോർ റാൻസം, തട്ടിക്കൊണ്ടുപോവുക, മോചന ദ്രവ്യത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തിയെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാം. കോസിംഗ് ഡെത്ത് ഓർ റിസൾട്ടിംഗ് ഇൻ പെർസിസ്റ്റൻറ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് റേപ്പ് വിക്ടിം. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അവൾ ആ ബലാത്സംഗത്തിൻ്റെ ഭാഗമായി മരണപ്പെടുകയോ അതല്ലെങ്കിൽ അവൾ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുകയോ ചെയ്താൽ നിങ്ങൾക്ക് വധശിക്ഷ ലഭിക്കും. ഈ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഷാൻബാഗ് എന്നൊരു നേഴ്സ് ബോംബെയിലെ ഹോസ്പിറ്റലിൽ അവിടുത്തെ മറ്റൊരു അറ്റൻഡർ റേപ്പ് ചെയ്ത് അയാൾ കൊല്ലാൻ ശ്രമിച്ച് അവർ മരിക്കാതെ എത്രയോ വർഷങ്ങളോളം അവർ കോമയിൽ കിടന്നിട്ടുണ്ട്. അതാണ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് അബോധാവസ്ഥയിൽ ആയിപ്പോകുന്ന അവസ്ഥ. അടുത്ത കാരണം റിപ്പീറ്റ് ഒഫൻഡേഴ്സ് ഓഫ് ഒഫൻസസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 376 ഓർ സെക്ഷൻ 376A ഓർ സെക്ഷൻ 376D. അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ബലാത്സംഗം പോലുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പീറ്റായി ചെയ്യുന്ന കുറ്റവാളികൾ. ഒരിക്കൽ ചെയ്തു, ചെറിയ ശിക്ഷ കൊടുത്തു, വീണ്ടും അതേ കുറ്റം ആവർത്തിക്കപ്പെടുന്ന ആളുകൾക്കും വധശിക്ഷ നൽകും. അടുത്തത് ഡെക്കോയിറ്റി അക്കമ്പനിഡ് വിത്ത് മേർഡർ, കവർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കൊല, അതിനും വധശിക്ഷയുണ്ട്. അടുത്തത് അറ്റംപ്റ്റ് ടു മേർഡർ ബൈ എ പേഴ്സൺ അണ്ടർ സെൻറ്റൻസ് ഓഫ് ഇംപ്രിസ്മെൻറ്റ് ഫോർ ലൈഫ് ഇഫ് ഹേർട്ട് ഈസ് കോസ്റ്റ്. ഒരു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തി മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ മറ്റൊരു വ്യക്തിക്ക് സാരമായ മുറിവേൽക്കുകയും ചെയ്താൽ വധശിക്ഷ നൽകാം. ഇത് കൂടാതെ മറ്റ് ചില കാരണങ്ങളാലും വധശിക്ഷ നൽകപ്പെടാം. നമ്മുടെ പണിഷ്മെൻറ്റിൽ ഒന്നാമത്തെ വധശിക്ഷ ഡെത്താണ്. രണ്ടാമത്തത് ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് വരും. ട്രാൻസ്പോർട്ടേഷൻ ഫോർ ലൈഫ് എന്നുള്ളത് നമ്മൾ അത് എടുത്ത് കളഞ്ഞിട്ട് പകരം ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫായി. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നാട് കടത്തുക. പണ്ട് ആളുകളെ ഒരുപാട് പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാട് കടത്തിയിരുന്നു. മലയാളികളും ധാരാളം പേര് ബ്രിട്ടീഷ് ഭരണകാലത്ത് നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. അത് പഴയ കാലത്തൊരു ഒരു ഒരു പൊതുവെയുള്ള ശിക്ഷയായിരുന്നു. നമ്മുടെ ഈ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ നിന്ന് ധാരാളം പേരെ കൊച്ചിയിലേക്കും മലബാറിലേക്കും നാട് കടത്തിയിട്ടുണ്ട്. ഒരാളെ നാട് കടത്തുക എന്നുള്ളത് അന്നത്തെ കാലത്ത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന പോലെ തന്നെയായിരുന്നു. ആ വ്യക്തിക്ക് തിരിച്ചൊരിക്കലും സ്വന്തം നാട്ടിലേക്ക് വരാൻ കഴിയില്ല, ബന്ധുക്കളായിട്ടൊന്നും ബന്ധം വയ്ക്കാൻ കഴിയില്ല. അതിനെ മാറ്റിക്കൊണ്ടാണ് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ ശിക്ഷ അത് 1955 ആണ് ഇത് അമെൻഡ്മെൻറ്റ് ചെയ്തത്, ഈ പീനൽ കോഡ്. മൂന്നാമത്തെയാണ് വീണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു, അത് റിപ്പീൽ ചെയ്തു. അതിന് പകരം വേറൊന്നും വെച്ചിട്ടില്ല. അത് പീനൽ സെർവിറ്റ്യൂഡായിരുന്നു. പീനൽ സെർവിറ്റ്യൂഡ് മൂന്നാമത്തെ ശിക്ഷ. അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് ഇപ്പോൾ റിപ്പീൽ ചെയ്യപ്പെട്ട് റദ്ദ് ചെയ്യപ്പെട്ട് പോയതുകൊണ്ട് പകരം ഒന്നും വെച്ചിട്ടില്ല. ഈ പീനൽ സെർവിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ജയിൽവാസം, കഠിനമായ തൊഴിൽ ചെയ്യേണ്ടി വരിക ജയിലിൽ, യാതൊരു കൂലിയും ലഭിക്കാതെ
വളരെ കഷ്ടപ്പാടുള്ള ഹാർഡ് ലേബർ. അത് മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെയൊക്കെ ഫലമായിട്ട് അതിപ്പോൾ റിപ്പീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ ശിക്ഷയാണ് വെറും ഇംപ്രിസൺമെൻറ്റ്, ജയിൽവാസം. അത് 2 ടൈപ്പുണ്ട്. ഒന്ന് റിഗറസ്, ഒന്ന് സിമ്പിൾ. റിഗറസ് എന്ന് പറയുന്നത് ഹാർഡ് ലേബറാണ്. നമ്മൾ റിപ്പീൽ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു മാറ്റിവെച്ചു എന്ന് പറയുന്നതിന് പകരം ഇവിടെ വീണ്ടും അത് വരികയാണ്. റിഗറസ് ആൻഡ് സിമ്പിൾ 2 ടൈപ്പാണ്. സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ്, വെറുതെ ജയിലിൽ കിടന്നാൽ മതി. മറ്റേതിൽ കുറച്ച് പണിയെടുക്കണം. പണിക്ക് ചെറിയ കൂലിയൊക്കെ കിട്ടും, ഒരു ചെറിയ കൂലി. ഇപ്പോൾ കൂലിയൊക്കെ നല്ല കൂലിയാണ്. ആൾക്കാർക്ക് ഇപ്പോൾ ഒരു 10-15 കൊല്ലം ജയിലിൽ കിടന്ന് പുറത്ത് വരുമ്പോൾ തിരക്കില്ലാത്തൊരു സംഖ്യ അവർക്കുണ്ടാവും ഈ കൂലി കൂട്ടി വെച്ചിട്ട്. അപ്പോൾ അതാണ് ഒരു ശിക്ഷ. അടുത്ത 5ാമത്തെ ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത കുറ്റവാളിയുടെ മുഴുവൻ സ്വത്തും കണ്ടുകെട്ടുക. അവിടെയും സമീപകാലത്ത് ചില അമെൻഡ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് കണ്ടുകെട്ടാറില്ല. ഒരു പരിമിതമായ രീതിയിൽ മാത്രമേ അത് കണ്ടുകെട്ടാറുള്ളൂ. 6ാമത്തെ ശിക്ഷ ഫൈനാണ്, പിഴ. ഇങ്ങനെ 6 ശിക്ഷകളാണ്. അതിൽ 3ാമത്തെ റിപ്പീൽ ചെയ്തുകൊണ്ട് 5 എണ്ണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഡെത്ത്, ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെൻറ്റ്, റിഗറസ് ആൻഡ് സിമ്പിൾ, ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഫൈൻ. ഈ 5 എണ്ണം. ഇവിടെ പണിഷ്മെൻറ്റുകൾ ലോകത്ത് പല രാജ്യങ്ങളിലും പല രീതിയിലാണ്. നമ്മുടെ ഇന്ത്യയും പണ്ട് വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്ന കാലത്ത് പല രീതിയിലുള്ള ശിക്ഷാവിധികളുണ്ടായിരുന്നു. മൂർഖൻ പാമ്പിട്ട കുടത്തിൽ കൈയിടുക, ഉരുകിയ നെയ്യിൽ കൈമുക്കുക, കഴിവേറുക, തൂക്കിലേറ്റപ്പെടുക, അങ്ങനെയൊക്കെ പലതും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അതിലിപ്പോൾ നിലനിൽക്കുന്നത് ഈ തൂക്കിക്കൊല്ലുക എന്നുള്ള ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ. നാട് കടത്തുക അത് പോയി, അതുമില്ല. അതുകൂടാതെ അവിടെ ചെറിയൊരു ശിക്ഷ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ തിരുവിതാംകൂറിലുണ്ടായിരുന്ന ശിക്ഷാവിധി, ഈ ചെങ്കല്ല്, വലിയ ചെങ്കല്ല് ഈ കുറ്റം ചെയ്ത ആൾ ചെറിയ കുറ്റങ്ങൾക്ക് അയാളുടെ കുരിച്ച് നിർത്തിയിട്ട് പുറത്ത് ഈ കല്ല് വയ്ക്കും. എന്നിട്ട് കല്ല് താഴെ വീഴാതെ ഈ കല്ലിൻ്റെ വെയിറ്റോട് കൂടി നിൽക്കണം. അത് ചെറിയ ചെറിയ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് പഴയ റോമാ സാമ്രാജ്യത്തിൽ നിലനിന്ന ഒരു ശിക്ഷാവിധിയായിരുന്നു കുരിശിൽ തറച്ച് കൊല്ലുക. അപ്പോൾ യേശു ക്രിസ്തുവിനെയൊക്കെ അങ്ങനെയാണ് കൊന്നതെന്നൊക്കെ നമ്മുടെ ബൈബിളിലുണ്ട്. അപ്പം അന്നത്തെ അത് യേശുവിന് മാത്രമല്ല, അന്നത്തെ ഒരു കോമൺ കുറ്റകൃത്യമായിരുന്നു ഈ കുരിശിൽ തറച്ച് കൊല്ലുക. അന്ന് പലപ്പോഴും അത് പരസ്യമായിട്ട് കൊല്ലണം, എല്ലാവരും കാണണം. അത് റോമിലെ പ്രധാനപ്പെട്ട തെരുവീതികളിലൊക്കെ സൈഡിൽ കൂടെ പല കുറ്റവാളികളെ ഇതുപോലെ കുരിശിൽ തറച്ച് ഇട്ടിരിക്കുന്ന കാഴ്ച വളരെ നിത്യസംഭവമായിരുന്നു. കുരിശിൽ തറച്ചതുകൊണ്ട് മാത്രം അവർ മരിക്കില്ല, അവരവിടെ കിടന്ന് രക്തം വാർന്നും വിശന്നും ഭക്ഷണം കിട്ടാതെ വെയിൽ കൊണ്ടും മരിക്കും. ചിലപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ കഴുകന്മാരൊക്കെ വന്ന് അവരെ കണ്ണൊക്കെ കുത്തിപ്പറിച്ച് തിന്ന് അവരെ അത്രയും വേദന എടുത്ത് മരിക്കും. പുരാതന ഗ്രീസിൽ ഒരു ശിക്ഷ നടപ്പാക്കിയിരുന്നത് വിഷം കൊടുത്ത് കൊല്ലുക എന്നുള്ള ആളുകളെ. സോക്രട്ടീസിനൊക്കെ അങ്ങനെയാണ് കൊന്നത്. ഇപ്പോൾ ലോകത്ത് ഒരുപാട് ടൈപ്പ് ശിക്ഷകൾ, ചാട്ടയ്ക്കടി. സൗദി അറേബ്യയിലൊക്കെ കൈ വെട്ടുക, കാല് വെട്ടുക, കഴുത്ത് വെട്ടുക, അതുപോലെ ചാട്ടയ്ക്ക് അടിക്കുക. അതുകൂടാതെ ജയിൽ ശിക്ഷയുമുണ്ട്. സൗദി അറേബ്യയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ഈ ശിക്ഷകളൊക്കെ ഇപ്പോഴും നടപ്പിലാക്കുന്നുണ്ട്. അവിടെ വളരെ നിസ്സാര കുറ്റങ്ങൾക്ക് പോലും 100-200 ചാട്ടവാറിനടിയും 6 മാസം മുതൽ ജീവപര്യന്തം തടവ് ശിക്ഷയും കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ. അവിടെ മതനിന്ദ എന്ന കുറ്റത്തിന് പോലും വധശിക്ഷ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുരോഗമന രാജ്യങ്ങളിൽ ലോകത്തിൽ മാനവികമായി പുരോഗമിച്ച വിദ്യാഭ്യാസപരമായി, തത്വചിന്താപരമായി, ശാസ്ത്രീയമായി എല്ലാം പുരോഗമനം നേടിയ രാജ്യങ്ങളൊക്കെ ഇത്തരം ശിക്ഷകളുടെ കാഠിന്യം കുറച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ടും അവിടെ കുറ്റവാളികൾ പെരുകുന്നില്ല. നമ്മൾ സമീപകാലത്ത് പത്രങ്ങളിൽ വായിച്ചു, സ്വീഡനിൽ, നോർവേയിലാണോ രാജ്യങ്ങളിലൊക്കെ ജയിലുകളിൽ ആളില്ലാത്തതുകൊണ്ട് അവർ ജയിൽ അയൽ രാജ്യങ്ങൾക്ക് വാടക കൊടുക്കുകയാണ്. കൂടുതൽ ജയിൽ ആവശ്യമുള്ളവർക്ക് ഇവിടുത്തെ ജയിലിൽ ആളെ കൊണ്ടിടാം, ഞങ്ങൾക്ക് ജയിൽ ആവശ്യമില്ല. കാരണം എത്രത്തോളം
ശിക്ഷാവിധികൾ കുറച്ചിട്ടും കുറ്റവാളികൾ കുറ്റം ചെയ്യുന്നില്ല. കുറ്റം ചെയ്യാനുള്ള പ്രവണത വളരെ കുറഞ്ഞു വരുന്നു. അത് അത്തരം രാജ്യങ്ങളിൽ കാണാം. അതുപോലെ റേപ്പ് പോലത്തെ കുറ്റകൃത്യങ്ങൾ പലപ്പോഴും പല സമൂഹങ്ങളിലും വളരെ കൂടിയും ചില സമൂഹങ്ങളിൽ വളരെ കുറഞ്ഞു നിൽക്കണമെന്ന്. ചില സമൂഹങ്ങളിൽ ഇത് കൂടി നിൽക്കാൻ കാരണം ഒരു ഭാര്യയും ഭർത്താവാണെങ്കിൽ പോലും ഭാര്യയുടെ അനുവാദമില്ലാതെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് റേപ്പായി കൺസിഡർ ചെയ്യുന്ന സമൂഹങ്ങളുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെ ബലാത്സംഗ കുറ്റം ആരോപിക്കാം, അദ്ദേഹത്തെ ഇതിന് ശിക്ഷയും വാങ്ങിക്കൊടുക്കാം. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ റേപ്പിൻ്റെ എണ്ണം വളരെ കൂടിക്കാണും. അതേസമയം സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിൽ ഒരു സ്ത്രീയെ ഒരാൾ റേപ്പ് ചെയ്താൽ അതിന് 4 സാക്ഷി ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഈ ആരോപണം നിലനിൽക്കില്ല, ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യയിലെ ഈ കുറ്റശിക്ഷാ വ്യവസ്ഥകളും വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ചെറിയ കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടൊക്കെ കീഴിൽ ചെറിയ കുട്ടികൾ വലിയ തെറ്റ് ചെയ്താലും അവരെ ജയിലിലേക്ക് അയക്കാതെ അവരെ ഒബ്സർവേഷൻ ഹോമുകളിലോ റിഫോർമേഷൻ ഹോമുകളിലൊക്കെ വെച്ചിട്ട് അവരെ തിരുത്തുകയാണ്, അവരെ റിഫോം ചെയ്യുകയാണ്. നമുക്കറിയാം, സമീപകാലത്ത് നടന്ന ഒരു വലിയ കുറ്റകൃത്യമായിരുന്നു നിർഭയ കേസ്. ഡൽഹിയിൽ ഒരു യുവതിയെയും അവരുടെ ബോയ് ഫ്രണ്ടിനെയും കൂടെ കുറച്ച് ആളുകൾ ഒരു ബസ്സിൽ വെച്ച് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് ആ യുവതി മരിച്ചു. അതിൽ ഏറ്റവും കഠിനമായിട്ട് ആ പെൺകുട്ടിയോട് പ്രവർത്തിച്ച വ്യക്തി 18 വയസ്സിൽ താഴെയുള്ള ഒരു ജുവനൈലായിരുന്നതുകൊണ്ട്, ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് അയാളെ ശിക്ഷിക്കാതെ ഒബ്സർവേഷൻ ഹോമിലേക്ക് അയക്കുകയത്, ജുവനൈൽ ഹോം. അത് വലിയ രീതിയിലുള്ള ഒച്ചപ്പാടിന് ഇന്ത്യ ഒട്ടാകെ കാരണമാകുകയും അത്രയും ക്രൂരകൃത്യം ചെയ്യുന്ന ഒരാളെ കുട്ടിയായി കൺസിഡർ ചെയ്യരുത് എന്നുള്ള വലിയൊരു മുറവിളി ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ ക്രിമിനൽ ലോ 2013 അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തപ്പോൾ ഒരുപാട് അമെൻമെൻറ്റ് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ്, ഈ 16 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി അതിക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയെ അഡൾട്ടായിട്ട് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ വ്യക്തിയായിട്ട് പരിഗണിച്ചുകൊണ്ട് പ്രായപൂർത്തിയായവർക്ക് കൊടുക്കുന്ന ശിക്ഷ കൊടുക്കാം എന്നൊരു അമെൻഡ്മെൻറ്റ് 2013 വന്നു. ഈ ക്രിമിനൽ ലോയുടെ ഒരു പ്രശ്നം, ഇതൊരിക്കലും ഇതിന് റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷനില്ല, എപ്പോഴും പ്രോസ്പെക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ ആ നിയമം എന്ന് വരുന്നോ അന്ന് മുതലൊരു പ്രാബല്യമുള്ളൂ. അതിൻ്റെ തൊട്ട് തലേ ദിവസം നടന്ന ഒരു കുറ്റകൃത്യം പോലും ഈ നിയമം കൊണ്ട് പരിഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ 2013 തന്നെ ഈ പാർലമെൻറ്റ് പാസ്സാക്കിയെങ്കിലും ആ കുട്ടിയുടെ മുകളിൽ ഈ പുതിയ നിയമം ചുമത്താൻ കഴിയാതെ പോയി. നമ്മുടെ ഈ പണിഷ്മെൻറ്റ് 2 തരമാണ്, പ്രധാന 2 ടൈപ്പുണ്ട്. ഒന്ന് റിഫോർമേറ്റീവ് ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്സും ഡിറ്ററൻറ്റ് ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്സും. റിഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന കുറ്റവാളിയെ നമ്മൾ റിഫോം ചെയ്തെടുക്കുകയാണ്. അതായത് എവറി പേഴ്സൺ ഈസ് ബോൺ ഗുഡ് ആൻഡ് ദ സർക്കംസ്റ്റാൻസസ് ഫോഴ്സ് ഹിം ഇൻ ടു എ ക്രിമിനൽ എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു തത്വമാണ്. ഒരു പഴഞ്ചൊല്ലുന്നുണ്ട്, എവറി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവറി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. എവറി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, ഓരോ വിശുദ്ധനും ഒരു ഭൂതകാലവും ഓരോ പാപിക്കും ഒരു ഭാവി കാലവുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉള്ള ഈ പാപികളെ, കുറ്റവാളികളെ, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടി അവരെ റിഫോം ചെയ്യുകയാണ്. അവരെ ജയിലിൽ കിടന്നാൽ പോലും അവരെ കൗൺസിൽ ചെയ്ത് അവർക്ക് അവിടെ ജയിലിൽ അവർക്ക് അവരുടെ താല്പര്യം അനുസരിച്ചുള്ള ജോലികൾ കൊടുത്ത് അതിന് കൂലി കൊടുത്ത് അവർ പലപ്പോഴും അവരുടെ മതപരമായ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാ രീതിയിലും അവരോട് നന്നായി പെരുമാറിക്കൊണ്ട് അവരെ നല്ല മനുഷ്യരാക്കി സമൂഹത്തിലേക്ക് തുറന്നു വിടുക എന്നുള്ളതാണ് റിഫോർമേറ്റീവ് തിയറി ഓഫ് പണിഷ്മെൻറ്റ്. ഈ ഡിറ്ററൻറ്റ് തിയറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ ചില ക്രിമിനൽസ് അങ്ങനെ റിഫോം ചെയ്യാൻ പറ്റാത്തവരായിരിക്കും, ഹാർഡൻഡ് ക്രിമിനൽസ് എന്ന് പറയും. കൊടും കുറ്റവാളികൾ, അവരെ വലിയ ശിക്ഷ കൊടുക്കുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, അവർ ഈ കുറ്റം ആവർത്തിക്കാതിരിക്കാനും അവർക്ക് കിട്ടുന്ന ശിക്ഷ കണ്ടുകൊണ്ട് മറ്റ് വ്യക്തികൾ ഈ കുറ്റകൃത്യം ചെയ്യാതിരിക്കാനും, അവരെ ഡിറ്റർ ചെയ്യാൻ, ആണ് ഡിറ്ററൻറ്റ് തിയറി, അവരെ തടയാൻ.
ഒരു തടയൽ ടൈപ്പ് ശിക്ഷാവിധിയാണ് ഈ ഡിറ്ററൻറ്റ് തിയറി. ഈ രണ്ട് പ്രധാനപ്പെട്ട തിയറികളാണ് ഇന്ത്യൻ പീനൽ കോഡിലും ഉപയോഗിക്കുന്നത്. മറ്റ് പണിഷ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായി പറയാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വന്ന 2 കമൻറ്റുകൾക്കുള്ള ഒരു മറുപടി കൂടെ ഇവിടെ പറയുകയാണ്. ഒരു ചോദ്യം, ഒരു മിസ്റ്റർ കട്ടായത്ത്, അതായത് ചോദ്യം, IPCയുടെ ചാപ്റ്ററുകൾ റദ്ദ് ചെയ്യാനും അമെൻഡ് ചെയ്യാനും ഉള്ള അധികാരം ആർക്കാണ്? 497 377 ക്യാൻസൽ ചെയ്തത് കോടതിയാണല്ലോ. അപ്പോൾ പാർലമെൻറ്റിന് എന്ത് അധികാരമാണുള്ളത്? ട്രിപ്പിൾ ത്വലാഖ് നിയമം IPCയിൽ പെടുമോ? ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കാൻ 2 കൂട്ടർക്ക് അധികാരമുള്ളൂ. ഒന്ന് പാർലമെൻറ്റ്, അത് ഓൾ ഇന്ത്യ ലെവൽ നിയമങ്ങളും. 2 സംസ്ഥാന നിയമസഭകൾക്ക് സംസ്ഥാനത്തിന് മാത്രം പറ്റുന്ന നിയമങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു ലിസ്റ്റുണ്ട്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ലിസ്റ്റാണ്. അതിൽ വിദേശകാര്യം, കറൻസി, കമ്മ്യൂണിക്കേഷൻ, ഡിഫൻസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് ആയിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കൺകറൻറ്റ് ലിസ്റ്റുണ്ട്, 2 കൂട്ടർക്കും ഇടപെടാവുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ പോലത്തെ കുറേ കാര്യങ്ങൾ 2 കൂട്ടർക്കും അത് നിയമം ഉണ്ടാക്കാം. അത് 2 കൂട്ടർ നമ്മൾ ഉണ്ടാക്കുന്ന നിയമത്തിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ കേന്ദ്ര നിയമം അതിനെ ഓവർ റൂൾ ചെയ്ത് അതിന് പ്രാബല്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാ നിയമവും ഉണ്ടാക്കുന്നത് പാർലമെൻറ്റാണെങ്കിലും ആ നിയമത്തിലെ ഏതെങ്കിലും വകുപ്പുകൾ, സെക്ഷനുകൾ, വാക്കായാലും അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരെയാണെങ്കിൽ അതിനെ തള്ളിക്കളയാൻ കോടതിക്ക് അവകാശമുണ്ട്. അങ്ങനെയാണ് ഈ 497, 377 ഒക്കെ പോയത്. അത് ഭരണഘടന മാത്രമല്ല, നമ്മുടെ ഭരണഘടന വളരെ പഴയതാണ്. ആ കാലത്തൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യ നിരവധി ഇൻ്റർനാഷണൽ ട്രീറ്റികളിൽ സിഗ്നറ്ററിയാണ്. യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഉണ്ട് പല കാര്യങ്ങളിലും. അതിലൊക്കെ നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്. സിഗ്നറ്ററി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ റാറ്റിഫൈ ചെയ്യുക. അത് ചെയ്തിട്ടുള്ള രാജ്യമായതുകൊണ്ട് ആ അന്തർദേശീയ നിയമങ്ങളും നമ്മൾ പാലിക്കണം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും അന്തർദേശീയ തലത്തിലുള്ള ഒരു നിയമത്തിൽ, ഒരു യുണൈറ്റഡ് നേഷൻ കൺവെൻഷനിൽ നമ്മൾ സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയും ചില നിയമങ്ങൾ നമുക്ക് ഇവിടുന്ന് മാറ്റേണ്ടി വരും. അങ്ങനെയാണ് ഈ സുപ്രീം കോടതി ഈ നിയമങ്ങൾ അടിച്ചു കളയുന്നത്. പക്ഷേ സുപ്രീം കോടതി അത് സ്വമേധയ ചെയ്യില്ല. സുപ്രീം കോടതി സ്വമേധയ ഒരു നിയമവും വായിച്ചിട്ട് ഇന്ന ഐറ്റം ശരിയല്ല എന്ന് പറയില്ല. ആരെങ്കിലും തൽപര കക്ഷികൾ, അത് പാർലമെൻറ്റിലെ അംഗങ്ങളാവാം, സ്വകാര്യ വ്യക്തികളാവാം, സംഘടനകളാവാം, അവർ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ അന്തർദേശീയ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അപ്രോച്ച് ചെയ്യണം. അങ്ങനെയാണ് ഉണ്ടായത്. തലാഖ് വിഷയം ഒരു കുടുംബ നിയമമാണ്, പേഴ്സണൽ ലോയാണ്, ഫാമിലി ലോ. അത് IPC പെട്ടതല്ല. ഞാനൊരു ചെറിയൊരു തിരുത്ത് പറയണു. ഈ തലാഖ്, ട്രിപ്പിൾ തലാഖ് സാധാരണഗതിയിൽ അത് ഒരു ക്രിമിനൽ കുറ്റമല്ല, അത് സിവിൽ കുറ്റമാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ പറഞ്ഞ അമെൻഡ്മെൻറ്റ് അതിനെ ക്രിമിനൽ ആക്കി മാറ്റി. ഒറ്റയടിക്ക് 3 തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രം ആ വ്യക്തിയെ 3 വർഷം വരെ തടവിലിടാവുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അത് മാറ്റിയതിന് ശേഷവും നമ്മുടെ ഇന്ത്യയിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ വ്യക്തികൾ നിയമം അറിയാതെ ചെയ്തായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ തലാഖ് അറ്റ് എ ടൈം 3 തലാഖ്, അല്ലാതെ നിങ്ങൾ സാധാരണഗതിയിലുള്ള തലാഖിന് ഈ നിയമം ബാധകമല്ല. അടുത്ത ചോദ്യം, കോടതിയിൽ ഓത്ത് ചൊല്ലുന്നത് മതഗ്രന്ഥം തന്നെ വേണം നിർബന്ധമുണ്ടോ? ഇല്ല. മതഗ്രന്ഥമാവാം, ഇന്ത്യൻ ഭരണഘടനയാവാം, അതൊന്നുമില്ലെങ്കിൽ ഒരു ഗ്രന്ഥവും ഇല്ലാതെ സ്വമേധയാ ചെയ്യാം. ഞാൻ അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ദൃഢപ്രതിജ്ഞ, ഒരു കിതാബും വേണ്ട. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പണിഷ്മെൻറ്റുകളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിലാക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.